ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന 3 റെസിപ്പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടാലോ? ഇപ്പോൾ രാവിലെയൊക്കെ നമ്മൾ പുട്ടുണ്ടാക്കിയിട്ട് പുട്ട് ബാക്കി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പുട്ട് ഇഷ്ടമല്ലെങ്കിൽ ആ പുട്ട് ഉണ്ടാക്കിയത് ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതുപോലെ കടുക് പൊട്ടിച്ചു. പിന്നെ ചുവന്നുള്ളി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഇല്ലെങ്കിൽ സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചി ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പിലയും കൂടിയും. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടാം, അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം പുട്ടിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് ശേഷം ആ പൊടിച്ച് വെച്ചിരിക്കുന്ന പുട്ടും കൂടിയും അതിനകത്തേക്ക് ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതും കട്ടൻ ചായയും കൂടി കുടിക്കാനാണ് എനിക്കിഷ്ടം. ഇത് പുട്ടുപ്പുമാവ് നമുക്ക് വിളിക്കാം. അപ്പോൾ ഈ ഉപ്പുമാവ് ഒരു ടീസ്പൂൺ എടുത്തിട്ട് വായിൽ വെച്ചിട്ട് ഒരു സിപ്പ് കട്ടൻ ചായയും കൂടി കുടിക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പുട്ടിഷ്ടമല്ലാത്തവർക്കും ഇനി പുട്ടിഷ്ടമുള്ളവർക്കും നല്ല സൂപ്പർ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തത്, നമ്മുടെ വീട്ടിൽ ഏത്തപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ ഒരു പാൻ എടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് ഈ ഏത്തപ്പഴം ചെറുതാക്കിയിട്ട് ഏത് മോഡലിലാണെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തിടാം. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ വട്ടം വട്ടമായിട്ട് അരിഞ്ഞിടാം. അപ്പോൾ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഈ നെയ്യിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഏത്തപ്പഴം നേരിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം നമുക്കിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഈവനിങ് നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴോ, അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ വിശന്ന് വരുവാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ ഒരു മോഡലിലാണ് ഏത്തപ്പഴം കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു വശം ഫ്രൈ ആയി വരണ സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്കതിന് ശേഷം ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കതിനകത്തോട്ട് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചില ആൾക്കാർ പഞ്ചസാര ആഡ് ചെയ്യാറുണ്ട്, പക്ഷേ ഏത്തപ്പഴത്തിൽ ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ ആഡ് ചെയ്യാറില്ല. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അടുത്തത്, ഇപ്പം നമ്മുടെ വീട്ടിൽ റവ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു റവ കൊണ്ട് ഒരു തരിക്കഞ്ഞി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു 2 വലിയ ടേബിൾ സ്പൂൺ റവ ആ വെള്ളത്തിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ട് ഒരു കപ്പ് പശുവും പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരണ സമയത്ത് അതിനകത്തോട്ട് ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അത് നമുക്കൊന്ന് താളിച്ചൊഴിക്കണം. അതാണ് ഈ തരിക്കഞ്ഞിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ചുവന്നുള്ളി തന്നെ എടുക്കണം. ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒരു നെയ്യിനകത്തിട്ടിട്ട് അതൊന്ന് ഫ്രൈ ആയി വരണ സമയത്ത് നമുക്ക് കശുവണ്ടിയോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ചുവന്നുള്ളി താളിച്ചൊഴിക്കണം അതിനകത്ത് എന്തായാലും. അതാണ് തരിക്കഞ്ഞിയുടെ ടേസ്റ്റ്. അപ്പോൾ ഈ 3 വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.